തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് അമ്മാവൻ. പോലീസിനോട് അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. ഹരികുമാറും കുഞ്ഞിന്റെ മാതാവ് ശ്രീതുവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീതുവിനെയും ഭർത്താവ് ശ്രീജിത്തിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഹരികുമാർ ഇടയ്ക്ക് ചില കാര്യങ്ങൾ മാറ്റി പറയുന്നതായി ഡിവൈഎസ്പി പറഞ്ഞു. ഒന്നും ആയില്ല. അതിന് മറ്റു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. അത് വളരെ കുറച്ച് സമയം വേണം. കുറച്ച് സമയം എടുത്തേ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. സലീം മാലിക് ചേരുന്നുണ്ട് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന്. സലീം, അമ്മാവൻ കുറ്റം സമ്മതിച്ചെങ്കിൽ കൂടി ഇതിന്റെ തുടക്കം മുതലേ വലിയൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ വീണ്ടും പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നു എന്നൊക്കെയാണല്ലോ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോലീസ് ഒടുവിലായി നമുക്ക് നൽകുന്ന വിവരം എന്തൊക്കെയാണ് സലീം? കീർത്തന, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ മൊഴി മാറ്റി പറയുന്നതാണ്. അതായത് ഈ 4 പേരിൽ തന്നെ പ്രതികളെന്ന് സംശയിക്കുന്ന ശ്രീതുവും ഒപ്പം തന്നെ അമ്മാവൻ ഹരികുമാറും ഇരുവരും പറയുന്ന മൊഴികളിലെ വൈരുദ്ധ്യം അത് ഒരിക്കൽ കുറ്റം സംബന്ധിച്ച് പിന്നെയും മാറ്റി പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താത്തത്. പക്ഷേ ഏകദേശം ഒരു ധാരണ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ആ പസിലിലെ ഒരു കള്ളി പോലും വിട്ടുപോകാതെ പൂരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ഒഫീഷ്യലായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം പോലീസ് മറ്റെല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി, നെയ്യാറ്റിൻകര CA, ബാലരാമപുരം CA തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയത്. അവർ ഇപ്പോൾ അല്പസമയം ഈ മൊഴിയെടുപ്പിന് വിശ്രമം നൽകി പുറത്തേക്ക് പോയതാണ്. അവർ ഭക്ഷണം കഴിച്ച ശേഷം മടങ്ങിയെത്തി വീണ്ടും മൊഴിയെടുപ്പ് ആരംഭിക്കും. നിലവിൽ പോലീസ് ചെയ്യുന്നത് ഈ മാതാവിനെയും പിതാവിനെയും, കുഞ്ഞിന്റെ മാതാവിനെയും പിതാവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഇവരെ പലപ്പോഴും ഈ 2 ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തപ്പോഴും ഇവരെയും ഓരോരുത്തരെയും ഓരോ സ്ഥലത്തിരുത്തിയായിരുന്നു ചോദ്യം ചെയ്തിരുന്നത്. ഇരുവരും തമ്മിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അകന്നു കഴിയുകയായിരുന്നു. വല്ലപ്പോഴും മാത്രം കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇയാൾ ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് പോലീസ് ചോദിച്ചറിയുകയാണ്. മാത്രമല്ല ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് പോലീസ് തിരിച്ചെടുത്തിട്ടുണ്ട്. ആ വാട്സാപ്പ് ചാറ്റിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. ഈ അമ്മയോട് ആദ്യഘട്ടത്തിൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ അമ്മ ശ്രീതു തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെ ഈ സഹോദരനുമായുള്ള വാട്സാപ്പ് ചാറ്റ് കണ്ടെത്തി അത് മുന്നിൽ വെച്ച് ചോദിച്ചപ്പോഴാണ് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ ഹരികുമാറും ഈ കുറ്റസമ്മതത്തിലേക്ക് എത്തിയത്. ഒരു നിവൃത്തിയുമില്ലാതെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അപ്പോഴും ഈ സഹോദരിയുടെ പങ്ക് വെളിവാക്കുന്ന നിലയിലേക്ക് ഈ സഹോദരൻ പറഞ്ഞിരുന്നില്ല. പിന്നീട് ഈ വാട്സാപ്പ് ചാറ്റിന്റെ ബലത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും പറയുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഒരു മോട്ടീവ് നമ്മൾ നേരത്തെ മുതൽ പറയുന്ന മോട്ടീവ് നമുക്ക് പോലും അറിയാമെങ്കിലും പക്ഷേ അത് പോലീസ് സ്ഥിരീകരിക്കാതെ നമുക്കത് പുറത്ത് പറയാൻ, ഒരു പക്ഷേ പോലീസ് സ്ഥിരീകരിച്ചാൽ പോലും നമുക്ക് ആ മോട്ടീവ് അത് അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയാത്തത്രയും മോശം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് അങ്ങനെ ആ നിലയിൽ പറയുന്നില്ല. പക്ഷേ ഈ കേസിൽ പോലീസ് കാണിച്ച ഒരു ഇടപെടലും ജാഗ്രതയുമാണ് അതിൻ്റെ ഒറ്റപ്പകലിനുള്ളിൽ ആ കേസിൻ്റെ ദുരൂഹതകൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടിയാണ് വരാനുള്ളത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ. കിണറ്റിലെറിഞ്ഞു എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. മറ്റൊരു ഘട്ടത്തിൽ കൊന്ന ശേഷം കിണറ്റിലെറിഞ്ഞു എന്നും പറയുന്നുണ്ട്. അത് ഏത് നിലയിലാണ് കൊല്ലപ്പെട്ടതെന്ന നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കിണറ്റിലെറിഞ്ഞാകാം കൊന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ്. കാരണം ശരീരത്തിലെങ്ങും ബലപ്രയോഗത്തിന്റെ പാടുകളില്ല. പക്ഷേ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ അതിലൊരു വ്യക്തത വരൂ. ഇന്ന് നമുക്ക് ഈ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന സംഭവങ്ങൾ ഓരോ എപ്പിസോഡായി പരിശോധിച്ചാൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ആ കുഞ്ഞിനെ കാണാനില്ല എന്ന വാർത്ത പുറം ലോകത്തേക്ക് വാർത്തയാകുന്നത്. അതിന് പിന്നാലെ ഈ വീട്ടുകാർ തന്നെ പല വഴിക്ക് അന്വേഷിച്ചു എന്നൊക്കെ പറയുകയും തെറ്റിദ്ധാരണപ്പെടുത്തുന്ന ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിനിടയിൽ ബാലരാമപുരം പോലീസും ഫയർഫോഴ്സും അവിടേക്ക് എത്തിയ കുഞ്ഞിനെ കിണറ്റിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. അതിന് പിന്നാലെ ഇവർ പറഞ്ഞിരുന്ന ചില മൊഴികളിലെ വൈരുദ്ധ്യമാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പോലും ഇവരെ പുറത്തു നിർത്താതെ ഈ 4 പേരെ മൊഴികളിലെ വൈരുദ്ധ്യം അത് ഒരു ഫാക്ടറാണ്. അതിനപ്പുറമായി ഈ അവിടെ മണ്ണെണ്ണ കണ്ടു, അതേപോലെ തന്നെ കയറ് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഇത് 2 തരത്തിലാകാമല്ലോ. ഒന്ന്, ഒരു ആത്മഹത്യക്കുള്ള ശ്രമം എന്ന നിലയിൽ പോലീസിനെ വഴിതെറ്റിച്ചു വിടുക, അല്ലെങ്കിൽ ശരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം. പക്ഷേ ഈ പറയുന്ന കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അടക്കം, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു കഴിഞ്ഞതടക്കം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ട്. പക്ഷേ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ടോ? ക്രിസ്റ്റീന, പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതല്ല, പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളുടെ ഘോഷയാത്ര നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരുത്തണം. കാരണം അത് ഇന്നല്ല, 2 ദിവസം മുൻപ് ഇതേ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഒരു 30 ലക്ഷം രൂപ കളവ് പോയി എന്നൊരു വ്യാജ പരാതിയുമായി വന്നതിൽ തുടങ്ങുന്നു ആ കള്ളത്തരം. ഈ ശ്രീതു ഇവിടേക്ക് 30 ലക്ഷം രൂപ കളവ് പോയി എന്നൊരു പരാതിയുമായി വരുന്നു. അവർ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി നൽകാൻ തയ്യാറാകുന്നില്ല. അതിൽ നിന്നും ആ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. പക്ഷേ പോലീസ് അത് കേസെടുക്കാതെ അന്വേഷിക്കാതെ വിടുന്നു. അതിനുശേഷം ഈ സംഭവം കൂടി ആയതോടുകൂടി ഇതിനെ കണക്ട് ചെയ്യുകയായിരുന്നു. പോലീസ് വളരെ ബ്രില്യൻ്റായി കണക്ട് ചെയ്യുകയായിരുന്നു.
അതിന് പിന്നാലെ ഒരു കൂട്ട ആത്മഹത്യയുടെ ശ്രമമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം നടന്നപ്പോഴും ഈ കയർ, അതായത് 3 കയറുകൾ ഒരാൾക്ക് തൂങ്ങാൻ പറ്റുന്ന നിലയിലുള്ളതായിരുന്നില്ല. ഒരാൾ കയറി നിന്നാൽ പൊട്ടി വീഴുന്ന തരത്തിലുള്ള 3 കയറുകൾ ഇട്ട് ഒരു കസേരയും താഴെ വെച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. അതും തുടക്കത്തിലേ പൊളിഞ്ഞു. അതിന് പിന്നാലെ ആ വീട്ടിൽ അത്രയും വലിയൊരു തീപിടുത്തം, ഒരു മുറിയിൽ ഒരു തീപിടുത്തം ആ പുലർച്ചെ ഉണ്ടായി. പക്ഷേ അതങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് അത് വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതാണ് എന്ന് പറയുന്നത്. എന്തിനാ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞ ഈ കള്ളങ്ങളുടെ ഘോഷയാത്രയിൽ പിടിച്ചാണ് പോലീസ് ഒരു സംശയത്തിന്റെയും ആനുകൂല്യം നൽകാതെ, സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കുഞ്ഞു മരിച്ച ദിവസം കുഞ്ഞിനൊപ്പം നിൽക്കട്ടെ എന്ന് പോലും കരുതാതെ അവരെ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആദ്യ നിമിഷങ്ങളിൽ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത്. ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സലീം, രാവിലെ തൊട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ശബ്ദമൊന്നും ശരിക്കും വരുന്നില്ല. അത് ഒന്നാമത്തെ ഈ വാർത്ത ഇത് വായിക്കുമ്പോഴും ഇത് പറയുമ്പോഴും ഇത് കേൾക്കുന്നവർക്കൊക്കെ തന്നെ വല്ലാതെ സങ്കടം വരും, വേദനയുണ്ടാകും, അലോസരം ഉണ്ടാകും. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് കമന്റിൽ വരുന്നുണ്ട്, ഇത് എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു പിഞ്ചു കുഞ്ഞാണ്, അതിനെ വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും അതിന് അപ്പുറമായിട്ട് ഇത് എന്തിന് ഇത്രയധികം കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ച് പോലീസിനെ വഴി തെറ്റിച്ച് ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം കൊണ്ട് ഇവരെന്താണ് നേടാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെന്തായാലും വരും വഴിയെ നമുക്ക് മനസ്സിലാക്കാനാകും എന്ന് കരുതാം.